ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിപ്പോൾ എവിടെയാണ്? എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിലാണോ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലാണോ? ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ദൂർദൂതൻ്റെ ഉപമ നമുക്ക് കാണാം. അവിടെ ദൂർദൂതൻ തൻ്റെ ഓഹരി മുഴുവൻ ചിലവാക്കി പന്നിക്കൂടിലെത്തി, അതായത് തകർച്ചയുടെ അവസാന സ്റ്റേജിലെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിവ് ലഭിക്കുകയാണ്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹം മടങ്ങി ഭവനത്തിലേക്ക്, പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമുക്ക് തിരിച്ചറിവ് ലഭിക്കേണ്ടത് പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്ന് തുടങ്ങുന്ന നിമിഷം തന്നെയാണ്. ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിവ് ലഭിക്കുക തകർച്ചയുടെ അവസാന സ്റ്റേജിലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ പ്രവൃത്തികളും നമുക്ക് പരിശോധിക്കണം. നമ്മൾ ഓരോ ദിവസവും നമ്മൾ പരിശോധിച്ച് വേണം ഓരോ ദിവസവും കടന്നു പോകാൻ. അതല്ലെങ്കിൽ നമുക്ക് തോന്നിയേക്കാം, ഞാൻ ചെയ്യുന്നത് കുഴപ്പമില്ല, എൻ്റെ ജീവിത രീതി നല്ലതാണ്, ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്, ഇങ്ങനൊരു തെറ്റായ അബദ്ധധാരണ നമ്മളിൽ വന്നേക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാ നിമിഷവും നമുക്ക് പരിശോധിക്കാം. എങ്കിൽ മാത്രമേ പിതാവിൻ്റെ ഭവനത്തിൽ നമുക്കായിരിക്കാൻ പറ്റുകയുള്ളൂ. സഭാപ്രസംഗൻ 12:1 വചനം പറയുന്നു, യൗവനത്തിൽ സൃഷ്ടാവിനെ സ്മരിക്കുക. ഈ നിമിഷമാണ് നമ്മുടെ യൗവനം. ഈ നിമിഷമാണ് നമ്മൾ ദൈവത്തെ വിളിക്കേണ്ടത്. കഴിഞ്ഞുപോയ നാളുകളെപ്പറ്റി നമ്മളെ വിധിക്കുന്ന ദൈവത്തെ അല്ല നമ്മൾ കാണേണ്ടത്. പശ്ചാത്താപത്തോടെ കടന്നു വരുമ്പോൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന ഒരപ്പനെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ യാത്രകൾ ശരിയാണ്, നമ്മുടെ ചിന്തകൾ, പ്രവൃത്തികൾ ശരിയാണ് എന്നൊരു അബദ്ധധാരണ നമ്മളിൽ വരാതിരിക്കാൻ എപ്പോഴും നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. പ്രാർത്ഥന ആരൂപിയിൽ നമുക്കായിരിക്കാം ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.